ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളികാവ് പഞ്ചായത്തിൽ വനിതാ സംവരണ വാർഡുകളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന അമ്പലക്കടവ് വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. ഞാനിപ്പോൾ ഉള്ളത് കാളികാവ് പഞ്ചായത്തിലെ അമ്പലക്കടവ് വാർഡിലാണ്. നമുക്ക് അമ്പലക്കടവ് വാർഡിലെ സ്ഥാനാർത്ഥി സെലീനാത്തയെ പരിചയപ്പെടാം. സ്വാഗതം സെലീനാത്ത. സ്വാഗതം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മള് ഒരുപാട് മേഖലയിലൂടെ പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് നേടിയ ഒരാളാണ്. പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കത്തില് ടീച്ചിങ് മേഖലയാണ്. 20 വർഷത്തോളായി ടീച്ചിങ് മേഖലയില്. ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ്. അപ്പോ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. വനിതാ സംവരണ വാർഡുകളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുകയും എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു വാർഡാണ് അമ്പലക്കടവ് വാർഡ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു? പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? പാർട്ടി നമ്മില് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു മഹത്തായ ഉത്തരവാദിത്തം എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അതേപോലെ ജനങ്ങളുമായിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പൊതുപ്രവർത്തനം വളരെ ഇഷ്ടമാണ്. രാഷ്ട്രീയത്തോട് വളരെ താല്പര്യമുള്ള ഒരാളാണ്. പഠനകാലത്ത് കോളേജുകളിലൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പഠനകാലം രാഷ്ട്രീയത്തിൽ PGക്ക് മാത്രമേ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിട്ടുള്ളൂ. അന്ന് ആളുകളുമായിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികളുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരുന്നു. മത്സരിക്കാൻ പോയിട്ടില്ല. PGക്കാർക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. MS മാമ്പാട് കോളേജ്. ആ മുദ്രാവാക്യം പോലും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് പഠനകാലത്ത്. ഇപ്പോ ഫീൽഡ് വർക്കിലൂടെ 1-2 റൗണ്ട് കഴിഞ്ഞു കാണും. ഫീൽഡ് വർക്കിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് ഉള്ള പെരുമാറ്റങ്ങൾ. പിന്നെ അധികം എൻ്റെ ഒരു ഫാമിലിയാണ് ഈ അമ്പലക്കടവിലുള്ളത്. എൻ്റെ ഉപ്പയുടെ കുടുംബമാണെങ്കിൽ അങ്ങനെ. പിന്നെ ഈ വാർഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പോയാൽ എൻ്റെ ഉമ്മയുടെ ഫാമിലിയാണ്. മധ്യഭാഗത്തായിട്ട് എൻ്റെ ഉമ്മമ്മയുടെ ഫാമിലിയാണ്. അപ്പോ കുടുംബപരമായിട്ടും നാടുമായിട്ടും നല്ല ബന്ധമുണ്ട്. ചെറുപ്പകാലത്ത് കുറെ കളിച്ച സ്ഥലങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോ നടന്നു പോകുന്നത്. ആ ഒരു അനുഭവം പ്രത്യേക നാട്ടുകാരിയാണ്. അപ്പോ ഈ മത്സരത്തില് എതിർ സ്ഥാനാർത്ഥി സുഹൃത്താവെന്ന് വിചാരിക്കും. അപ്പോ ഒരു സൗഹൃദ മത്സരമായിട്ട് കാണും. എതിർ സ്ഥാനാർത്ഥി എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. പക്ഷെ നമ്മള് പാർട്ടി നോക്കുമ്പോ നമ്മള് പാർട്ടിയിൽ മത്സരിക്കുന്നത് മാത്രം. അല്ലാതെ വ്യക്തിപരമായിട്ട് ആരോടും എതിർ സ്ഥാനാർത്ഥി ആയാലും ഒരു വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല. നമ്മൾ സൗഹൃദപരമായിട്ട് പോകും. കാളികാവ് പഞ്ചായത്തിൽ ഈ വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ സംവരണത്തിലാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി നിങ്ങൾ ഏൽപ്പിച്ചാൽ അത് സ്വീകരിക്കും. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്തായാലും വനിതകളാവും മത്സരിക്കുക. UDF ആണെങ്കിൽ 2.5 വർഷം ലീഗിലുണ്ടാവും. അപ്പോ ആദ്യം തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം ഉറപ്പുവരുത്തണം. തിരിച്ച് പിടിക്കണം നമ്മളെ വാർഡ്. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മളൊരു പ്രസിഡന്റ് സ്ഥാനം എന്നതിനോട് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ നമ്മള് വാർഡ് പിടിച്ചെടുക്കുക, വാർഡിന് നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് കഴിഞ്ഞാൽ ഇനി പഞ്ചായത്ത് കമ്മിറ്റി നമ്മളോടൊരു പ്രസിഡന്റ് ആകണം എന്ന് നമ്മളോടൊരു നിർദ്ദേശം, എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാല് നമ്മളത് സ്വീകരിക്കാനും തയ്യാറാണ്. ഇൻഷാ അല്ലാഹ്. വളരെ പ്രതീക്ഷയിലാണ്. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു.